ഹലോ ഗൈസ്, ഓറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ഫേവ്. ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. പക്ഷെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ടുഡേ വി ആർ ഗോയിങ് ടു കുക്കിംഗ്. അപ്പം എങ്ങനെ തുടങ്ങുമല്ലേ? നമ്മുടെ ഇന്നത്തെ പണിയായുധങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് വേണം. രണ്ടാമതായിട്ട് നമുക്കൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. അതുപോലെ തന്നെ 1.5 കപ്പ് ക്രീം ചീസ് വേണം. അതുപോലെ ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടെ വേണം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്സ് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു 25 ബിസ്ക്കറ്റാണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറില്ലേ, അതും കൂടെ ചേർത്ത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാക്കി ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ബേസ് സെറ്റാക്കി ഈ ബേസ് നമ്മൾ നമ്മുടെ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം, അതിലേക്ക് 1.5 കപ്പ് തന്നെ ക്രീം ചീസും ആഡ് ചെയ്ത് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ബിസ്ക്കറ്റിൽ നിന്ന് ഒരു 10 ബിസ്ക്കറ്റ് എടുത്ത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ ഈ ഫില്ലിങ്ങിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി, മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കാരണം മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളേ പൊടിഞ്ഞു പോകും. നമുക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടാൽ മതി. എന്നിട്ട് ഈ മിക്സിങ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഒഴിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് കൂടെ പൊടിച്ചെടുത്താൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. മിക്സിയിലിട്ട് പൊടിച്ച് പൊടിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഈ ഗാർണിഷ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഗണാഷ് ഉണ്ടാക്കിയിട്ട് വേണേലും ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ വിട്ട് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കാണാൻ രസമൊക്കെ ഉണ്ട്. ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് കഴിച്ചു നോക്ക് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്കിതിൻ്റെ മധുരം എങ്ങനെ ആവും എന്നുള്ള കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒത്തിരി മധുരം ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ എനിക്കിതിനകത്ത് മധുരം കുറഞ്ഞു പോകുമോ, നമ്മൾ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇന്നതിന് അല്ലാന്നുള്ള മധുരം മറ്റേ സാധനങ്ങളുടെയൊക്കെ മധുരമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മധുരം കുറഞ്ഞു പോകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലെങ്കിൽ നല്ല കറക്റ്റ് മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ മറ്റേ ചീസ് കേക്ക് കഴിക്കുന്ന തന്നെ എനിക്ക് വയ്യ. നമ്മളെന്നെ ഉണ്ടാക്കി നമ്മളെന്നെ കഴിച്ച് റിവ്യൂ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എക്സ്പേർട്ടിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി നമുക്ക് സോളി വിളിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ സോളി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോളിയുടെ റിവ്യൂ ഒന്ന് കേട്ട് നോക്കാം. സോളി കഴിച്ചോ? അടിപൊളി. ശരിക്കും പറ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ശരിക്കും മറ്റേ ചീസ് കേക്ക് ഒക്കെ കഴിക്കുന്ന പോലെ മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ആ പഞ്ചാര ഇല്ലാണ്ട് ഞാൻ കഴിയും മധുരം കാണത്തില്ലെന്ന്, പക്ഷെ അതിനുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സോളി അപ്രൂവ്. നമ്മുടെ ചീസ് കേക്ക് പരീക്ഷ ഇവിടെ സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുകയാണ്. എനിക്ക് അതിനകത്ത് ആകെ ഒരു പ്രശ്നം തോന്നിയത് നമ്മൾ വെളിയിലോട്ട് എടുത്ത് വെക്കുമ്പോൾ ഉടനെ തന്നെ അതങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്. അതെനിക്കൊന്ന് ഞാനത് ഫ്രിഡ്ജിൽ താഴെയായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് അതൊന്നുകൂടെ സെറ്റ് ആവുമായിരിക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ബാക്കി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസേർട്ട് ഏതാണെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ നിർബന്ധിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അടുത്ത് ഇനി അത് ട്രൈ ചെയ്യാമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ആഷ്ബോക്സ്.